പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാൻ അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. എത്രത്തോളം മുതലെടുക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം നമ്മൾ മുതലെടുക്കുക. വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ടും മറ്റു ഇബാദത്തുകൾ കൊണ്ടും നിസ്കാരങ്ങൾ കൊണ്ടും തറാവീഹ് കൊണ്ടൊക്കെ പരമാവധി മുതലെടുക്കണം. ഈ സമയം ഒരു കാര്യം ഓർമ്മപ്പെടുത്താനാണ് വന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. നിശ്ചയമായും നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുന്നത് നമ്മുടെ നിയ്യത്ത് വെച്ചിട്ടാണ്. നിയ്യത്താണ് പ്രധാനം. നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി നിയ്യത്ത് വെക്കുന്നത്, കരുതുന്നത്, അങ്ങനെയാണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്. അപ്പോ പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിലെ ഓരോ നോമ്പുകൾ എടുക്കുമ്പോഴും കഴിഞ്ഞ തലേന്ന് മഗ്രിബ് മുതൽ സുബ്ഹിക്കിടയിലുള്ള ഒരു സമയത്ത് നല്ല രീതിയിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ നോമ്പെടുക്കുന്നു എന്ന നിയ്യത്ത് നമ്മൾ വെക്കണം. എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണം. അള്ളാഹുവിന് വേണ്ടി അനാവശ്യമായ വാക്കുകളും ചിന്തകളും ഒക്കെ നമ്മൾ മാറ്റണം. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തറാവീഹിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ അള്ളാഹുവിന് വേണ്ടി നിന്ന് നിസ്കരിക്കാൻ പോകുന്നു എന്ന നിയ്യത്തായിരിക്കണം നമുക്ക് മനസ്സിലുണ്ടാവേണ്ടത്. ഏറ്റവും പെട്ടെന്ന് തീരുന്ന തറാവീഹ് എവിടെയാണെന്ന് അന്വേഷിച്ചു പോകുന്നതിലല്ല കാര്യം. പിന്നെ ബുദ്ധിമുട്ടിയിട്ട് കുടുങ്ങിയിട്ട് നിസ്കരിക്കുക, ഒരു കടമ നിർവഹിക്കുക എന്നതും ശരിയല്ല. അള്ളാഹുവിന് വേണ്ടി അല്പസമയം, കുറഞ്ഞ സമയം ഒന്ന് നിന്ന് നിസ്കരിച്ച് ഖുർആൻ പാരായണം കേട്ട് ഖുർആൻ ഓതി അതിനിടയിലുള്ള ദിക്റുകളൊക്കെ ചൊല്ലി അവസാനം ദുആ ചെയ്ത് നല്ല റാഹത്തോടെ അള്ളാഹുവുമായി സംസാരിച്ച് സായുജ്യം പൂണ്ടുകൊണ്ട് തിരിച്ചു വരുന്ന ഒരു രീതിയിലായിരിക്കണം തറാവീഹിന് പോകേണ്ടത്. തറാവീഹിന് പോകുമ്പോൾ നിയ്യത്ത് നന്നാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. അള്ളാഹുവിനെ ഖബൂൽ ചെയ്യണ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.